1 2 3 4 പടക്കമോ മുത്തശ്ശി? ഇനി വേണ്ട, വല്ലാണ്ട് ക്ഷീണിച്ചു. അപ്പോഴേക്ക് ക്ഷീണിച്ചോ? പറ്റില്ല, വീണ്ടും തുടങ്ങിക്കോളൂ. ആരാണ് പകല് പടക്കം പൊട്ടിക്കുന്നത്? അത് 3 എണ്ണം. അതിനർത്ഥം ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഓ, ഇനിയിപ്പോ മമ്മ വന്നല്ലോ. എനിക്ക് യാതൊരു ടെൻഷനുമില്ല ഇനി കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് പോകാനായിട്ട്. എന്താ എന്റെ അടുത്ത് കുട്ടികളെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ ടെൻഷനായിരുന്നോ മരുമകനെ? കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അല്ല അല്ല, ഈ ഐഡിയ ബബ്ലിയുടേതാണ്. അതെ അതെ, ഞാൻ തന്നെയാ പറഞ്ഞത്. കുട്ടികൾക്ക് അവരുടെ അച്ഛമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടുമെന്ന്. പേടിക്കാതിരിക്കൂ ബബലി. ഇപ്പൊ ഞാൻ വന്നില്ലേ, നിങ്ങൾ രണ്ടുപേരും പോകൂ. സന്തോഷമായി മലമുകളിൽ അടിച്ച് പൊടിച്ചിട്ട് പതൊക്കെ വന്നാ മതി. പിന്നെ വരുമ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് മഞ്ഞകട്ടി കൂടി കൊണ്ടുവരണം. ടെൻഷൻ ബബ്ലിക്കല്ല, നിങ്ങളുടെ മകനാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ ഉണ്ടാകില്ലേ. ബൈ ബൈ ബബലി, ബൈ ബൈ മോനെ, ഹാപ്പി ജേർണി. ഞങ്ങൾ പോയി വരാം. ബൈ കുട്ടികളെ. വരൂ കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ഫേവറേറ്റ് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് ഇപ്പോൾ ഐസ്ക്രീം കഴിക്കണമെന്ന്? അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് ഐസ്ക്രീം കഴിക്കണ്ട എന്ന്? തോന്നലല്ല, എനിക്കറിയാം. കാരണം ഞാൻ അവരുടെ ഫേവറേറ്റ് ആണ്. നിങ്ങളല്ല, ഞാനാണ് അവരുടെ ഫേവറേറ്റ്. നിങ്ങളല്ല, ഞാനാണ് അവരുടെ ഫേവറേറ്റ്. ഞാനാണ് അവരുടെ ഫേവറേറ്റ് അല്ലേ കുട്ടികളെ? വരൂ വരൂ, അകത്ത് പോയി ഐസ്ക്രീം കഴിക്കാം. ശരിയാണ് പിനാക്കി നീ പറഞ്ഞത്. ഇവിടെ ചിലരുടെയൊക്കെ തലക്ക് ചൂട് പിടിച്ചിരിക്കുക. എന്നാ വരൂ. ഞാൻ തന്നെയാണ് ഫേവറേറ്റ്, അത് ഞാൻ തെളിയിക്കും തീർച്ച. ഇതാ കുട്ടികളെ ഐസ്ക്രീം. താങ്ക് യു അച്ഛമ്മേ. പെട്ടെന്ന് കഴിച്ചു തീർക്കൂ. നീ കഴിക്കൂ. ഇനി നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ലഡു. എന്റെ കുട്ടികൾ എത്ര ക്ഷീണിച്ചു പോയി. നീ കഴിക്ക്. വേറെ എക്സർസൈസ് ചെയ്തു ഒരു കാര്യമില്ല. വേഗം കഴിക്ക്. സമയത്തിന് ഭക്ഷണം കഴിക്കണം. വേഗം കഴിക്കു കുട്ടികളെ. ഇത് കഴിഞ്ഞ് ഗുലാബ് ജാമുൻ കഴിക്കണം. പക്ഷെ അച്ഛമ്മേ, ഇത് ഞാൻ കഴിച്ചു തീർത്തില്ലോ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എല്ലാ ഭക്ഷണവും കഴിച്ചു തീർക്കണം. ഇതാ കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. നോക്ക്, കഷ്ടം. തീറ്റിച്ച് കുട്ടികളെ ഒരു വഴിക്കാക്കിയല്ലോ. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി മതി മതി. ഇപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അച്ഛമ്മ ഒരുപാട് ഭക്ഷണം കഴിച്ചു. ഇനി ഒന്ന് വിശ്രമിക്കാം നമുക്ക്. വിശ്രമമോ? വേണ്ട വേണ്ട, ഒട്ടും വേണ്ട. ഞാൻ എത്ര നാളുകൾ കൂടിയാ ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യണ്ടേ? മ്യൂസിക്. അനങ്ങാൻ പോലും പറ്റുന്നില്ല. മുത്തച്ഛനൂടെ പാർട്ടി പോക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ. എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലേ? അങ്ങനെയല്ല അച്ഛമ്മേ, അതിനെന്താ ഡാൻസ് കളിക്കാലോ. എനർജി എവിടെ പോയടാ? ഡാൻസ് കളിക്കേ ഡാൻസ് കളിക്കേ. ഫിറ്റ്നസ് വേണമെങ്കിൽ വെറുതെ ഡാൻസ് ചെയ്താൽ മാത്രം പോരാ. ഇതാ പാവയ്ക്കയുടെ നീമിന്റെ. വേണ്ട 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 മുത്തശ്ശി, പ്ലീസ്. അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം അങ്ങ് കഴിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന ഹെൽത്തി ജ്യൂസ് കുടിക്കാൻ പറ്റില്ലല്ലേ? അയ്യോ, അങ്ങനെയല്ല മുത്തശ്ശി, അങ്ങനെയല്ല. കുടിക്കാം. ദാ ഞങ്ങള് കുടിച്ചല്ലോ. എക്സർസൈസ്, ഈ ഡാൻസ്, ഈ സ്വീറ്റ്സ്, പിന്നെ പാവയ്ക്കയുടെ ജ്യൂസ് എല്ലാം മതി. ഇനി ഒരു ദിവസം കൂടെ എങ്ങാനും ഇങ്ങനെ ആയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇങ്ങനെ പറ്റില്ല. മുത്തശ്ശി അച്ഛമ്മേ രണ്ടുപേരും തോക്കാൻ പോകുന്നില്ല. നമുക്ക് മുത്തശ്ശിയോടൊന്ന് പറഞ്ഞാലോ? മുത്തശ്ശി, നിങ്ങളൊന്ന് അച്ഛമ്മയെ പോലെ ആകൂ എന്നും പിന്നെ അച്ഛമ്മ നിങ്ങള് മുത്തശ്ശിയെ പോലെ ആകൂ എന്നും നമുക്ക് പറഞ്ഞാലോ? അപ്പൊ പിന്നെ പ്രോബ്ലം എല്ലാം സോൾവ് ആയി. ഐഡിയ വളരെ നല്ലതാണ്. മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ഭക്ഷണം കഴിച്ച ശേഷം നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. എക്സർസൈസ് ചെയ്തപ്പോ തന്നെ നല്ല സുഖം തോന്നുന്നല്ലേ? കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ ശരീരം ഫിറ്റ് ആക്കി വെക്കണ്ടേ? മുത്തശ്ശി നോക്കൂ, എത്ര നല്ല ഡിസിപ്ലിൻ ആണ്.
സമയത്ത് എഴുന്നേറ്റാൽ മാത്രം പോരാ, നല്ലോണം എക്സസൈസ് ചെയ്യണം, ഫിറ്റ് ആയിട്ട് ഇരിക്കണം. അത് ശരി, കുട്ടികൾക്ക് ഡിസിപ്ലിൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനുമായി കാണിച്ചു തരാം. സ്ട്രിക്റ്റ് ദേഷ്യക്കാരി, നിങ്ങളുടെ മുത്തശ്ശിയെ പോലെ. അച്ഛമ്മ എത്ര സ്വീറ്റ് ആണ്. എപ്പോഴും നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും, എന്നിട്ട് കഴിപ്പിക്കും. ആ വയറ് പൊട്ടൂന്ന് പറഞ്ഞാ പോലും കഴിപ്പിക്കും. ശരിയാണ്, ചിലപ്പോ ഐസ്ക്രീം, ചിലപ്പോ രസഗുളം, പിന്നെ ഒരുപാട് സ്നേഹം. അച്ഛമ്മ ഒരിക്കലും ചീത്ത പറയാറേ ഇല്ല. അച്ഛമ്മ ബെസ്റ്റ് ആണ്. അച്ഛമ്മ എത്ര തമാശക്കാരിയാണ്. അച്ഛമ്മയുടെ കൂടെ ഇരിക്കുമ്പോ നല്ല രസമാണ് അല്ലേ? എനിക്ക് ഫണ്ണിയാകാനൊക്കെ പറ്റും, അതും അവരുടെ അച്ഛമ്മേക്കാളും ഒരുപാട് കൂടുതൽ. ഗുഡ് മോർണിംഗ് പിനാക്കി. അച്ഛമ്മേ എന്ത് പറ്റി ഇത്ര രാവിലെ? ഹാപ്പി റാപ്പു. എഴുന്നേക്കണ എല്ലാം, ഗാർഡനിൽ പോയി 100 റൗണ്ട് ഓടണം. നേരെ നോക്കി ഓടടാ. എവിടെ പോയല്ല? ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇനി എന്നെ അവരുടെ ഫേവറേറ്റ് ആവുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. പതുക്കെ ഇരുന്ന് കഴിക്കൂ, ഈ കേക്ക് മുഴുവൻ നിങ്ങൾക്കുള്ളതാ. ഞാൻ വേറെ ഒരു സാധനം എടുത്തിട്ട് വരാം. അത് ശരി, ഇവിടെ പാടല്ല. നിങ്ങൾക്കങ്ങനെ ഓടി കളിക്കാനൊന്നും പറ്റില്ല. ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ്. വേഗം വേഗം, ഇനി ഹാർഡിൽസ് ക്രോസ് ചെയ്യണം, ഓടിക്കൊണ്ട് തന്നെ. അതിനിടയിൽ ഒരു മാജിക് ചെയ്യാൻ പറ്റില്ല. അതുവരെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോകുക. എന്റെ അടുത്തേക്ക് വരൂ. ഇരിക്കൂ ഇരിക്കൂ, നിങ്ങൾക്ക് കഴിക്കാൻ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എങ്ങനെയുണ്ട് എന്റെ ജോക്ക്? ഞാനും തമാശക്കാരിയല്ലേ? വളരെ ഫണ്ണിയായിരുന്നു. പക്ഷെ മുത്തശ്ശി, എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നത്, എനിക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ പോവാണേ. ഞാനും കപ്പ ഒരു ഹെൽപ്പ് ചെയ്യട്ടെ. ഞങ്ങൾ പോവാം. ഹോംവർക്ക് ഒന്നും ചെയ്യണ്ട. അയ്യോ പാവം കുട്ടികള്, എനിക്ക് ഇവരുടെ ഫേവറേറ്റ് ആയേ പറ്റൂ. വേണ്ട വേണ്ട വേണ്ട, ഉറങ്ങുന്നത്. ഇപ്പൊ ഹോംവർക്ക് ചെയ്യേണ്ട സമയമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? പിന്നാക്കി നീ ഹോംവർക്ക് ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും അവരെ ഹെൽപ്പ് ചെയ്യൂ. ഞാൻ കുറച്ച് മഞ്ഞ് കെട്ടി കൊണ്ടുവരാം. കുട്ടികളെ വരൂ, നമുക്ക് ഡാൻസ് ചെയ്യാം. വരൂ, ഡാൻസ് ചെയ്യൂ. പിന്നാക്കി ഡാൻസ് ചെയ്യൂ. നിങ്ങൾ ഡാൻസ് കളിച്ചോണ്ടേയിരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. ഹോംവർക്കിന്റെ സമയത്ത് ആരാണ് ഈ മ്യൂസിക് വെച്ചത്? ഇതിനുള്ള ശിക്ഷ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. വരൂ, ആ മൂളിക്ക് പോയി കോഴിയെ പോലെ നിൽക്കൂ. എന്നിട്ട് 1001 തവണ സെറ്റപ്പ് ചെയ്തോണം. എല്ലാ ബുദ്ധിയും നിനക്കല്ലേ ഉള്ളൂ. നല്ല ഐഡിയ, നല്ല ഐഡിയ. അനുഭവിച്ചോ അനുഭവിച്ചോ, എനിക്ക് കരച്ചില് വരുന്നുണ്ട്. ഇനി ഒരു ഒറ്റ ഐഡിയ മാത്രമേ ബാക്കിയുള്ളൂ. അച്ഛമ്മേ, ഞങ്ങള് വല്ലാതെ ക്ഷണിച്ചു, ഞങ്ങള് വെറുതെ വിടും പ്ലീസ് പ്ലീസ്. എന്നാ ശരി മക്കളെ. വേണ്ട വേണ്ട, നോ റെസ്റ്റ്. പോകൂ, പോയി രണ്ടാമത് എണ്ണി തുടങ്ങിക്കോളൂ. ലഞ്ചിന് ചോക്ലേറ്റ് കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം എണ്ണി തുടങ്ങ. ചോക്ലേറ്റ് കഴിക്കാം. എണ്ണണം. ചോക്ലേറ്റ് ഞാൻ പറഞ്ഞല്ലേ, ചോക്ലേറ്റ് വേണ്ട. ചോക്ലേറ്റ് അയ്യോ അയ്യോ,
പറ്റി? മോനെ മക്കളെ, ഇത് ഞാൻ എന്താണ് ചെയ്തത്? ഇത്രയും മധുരം കഴിക്കാൻ കൊടുത്തല്ലോ ഞാൻ ഇവർക്ക്. അല്ല തെറ്റ് എന്റെയാണ്. ഞാൻ ഇന്ന് ഇവരെ കൊണ്ട് ഒരുപാട് എക്സർസൈസ് ചെയ്യിപ്പിച്ചു എന്ന് തോന്നുന്നു. എത്ര എക്സസൈസ്? രാവിലെ മുതൽ ഗാർഡനിൽ 100 റൗണ്ട്സ്, പിന്നെ സ്കിപ്പിങ്, പിന്നെ ഹാർഡിൽസ്, പിന്നെ ഇപ്പൊ കോഴിയാക്കി നിർത്തി. എന്ത്? ഇത് കുട്ടികളല്ലേ, ഒളിമ്പിക്സിന്റെ കളിക്കാരൊന്നുമല്ല. നിങ്ങൾ എത്ര മധുര പലഹാരമാണ് ഇവർക്ക് കൊടുത്തത്? രാവിലെ സീലിംഗ് ടച്ച് ചെയ്യുന്ന ഒരു ചോക്ലേറ്റ് കേക്ക്, പിന്നെ കുറച്ച് സ്വീറ്റ്സ്, ഇപ്പോൾ ഈ ചോക്ലേറ്റ്സ്. ഇത്രയും മധുരമോ? ഇവരുടെ പല്ല് പുഴു തിന്നും. നമ്മുടെ ഇടയിലുള്ള കോമ്പറ്റീഷന് വേണ്ടി നമ്മളെ കുട്ടികളെ എന്തുമാത്രമാണ് കഷ്ടപ്പെടുത്തിയത്. ഇത്രയും ചെയ്യണ്ടായിരുന്നു. നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ഇതെല്ലാം ചെയ്തു. നമ്മൾ രണ്ടുപേരും ഇവരുടെ ഫേവറേറ്റ് ആണ്. മുത്തശ്ശി, അച്ഛമ്മേ, we love you. I love you. I love you too. എനിക്ക് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാം. വേണ്ട, റെസ്റ്റോറന്റ് വീട്ടിലേക്ക് വരുത്താം. ഒരു കാര്യം കൂടി, ഇന്നിനി നോ റൂൾസ്, നോ ഫിറ്റ്നസ്, നോ റെഗുലേഷൻസ്. ഇനി നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ട കുസൃതികളെല്ലാം നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങളും കൂടാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ചിൽ ചെയ്യാം. Thank you, അച്ഛമ്മേ. Thank you, മുത്തശ്ശി. ഹേയ്, എന്തിനാണ് താങ്ക് യു? നിങ്ങൾ 3 പേരും ഞങ്ങളുടെ ഫേവറേറ്റ് അല്ലേ?